ഇന്ന് പ്രവീണിന്റെ 10th എക്സാമിന്റെ റിസൾട്ട് വരാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മ സരോജ രാവിലെ തന്നെ എണീറ്റ് പൂജ എല്ലാം ചെയ്ത് പൂജക്ക് ഉപയോഗിച്ച നാരങ്ങ കൊണ്ട് വെള്ളം കലക്കി ഉറങ്ങിക്കിടക്കുന്ന പ്രവീണിനെ വിളിച്ചിട്ട് അത് കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാ അമ്മൻ അവനെ ആട്ടി വിടാണ്. വേസ്റ്റ് ആക്കണ്ടേന്ന് വെച്ചിട്ട് ആ ഒരു വെള്ളം അമ്മ അച്ഛനായ ഉണ്ണികൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അച്ഛനും അവൻ കുടിക്കാത്തോണ്ടല്ല എനിക്ക് കൊണ്ട് തന്നെ കൊണ്ട് പൊക്കോ ഇതെന്നും പറഞ്ഞ് അവൾ ആട്ടി വിടാണ്. ഇപ്പൊ സരോജയും പ്രവീണും കൂടി പ്രവീണിന്റെ റിസൾട്ട് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ 35, 36, 37 എന്നും പറഞ്ഞ് ജസ്റ്റ് പാസ് പ്രവീൺ 10th പാസ് ആവുന്നുണ്ട്. എന്തോ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയ സന്തോഷായിരുന്നു സരോജക്കപ്പോ. അവളും സന്തോഷത്തോടുകൂടി ഉണ്ണികൃഷ്ണന്റെ ബേക്കറിയിലേക്ക് പോകുന്നുണ്ട്. എന്നാ ഉണ്ണികൃഷ്ണൻ ഓവറോൾ എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കുമ്പോ മൊത്തം ഒരു 200 ഒക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോ പുച്ഛത്തോടുകൂടി അതെ അവന്റെ പഠിപ്പൊക്കെ നിർത്തിക്കോ, നാളെ തൊട്ട് ബേക്കറിയിൽ വന്ന് ജോലി ചെയ്യട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട അമ്മയും അച്ഛനോട് ദേഷ്യപ്പെട്ട് പ്രവീണിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് നേരെ പ്രവീൺ പഠിക്കുന്ന സ്കൂളില് പ്രിൻസിപ്പളിനെ കാണാനായിട്ട് പോവാണ്. അവനക്ക് വേണ്ടി ഒരു അഡ്മിഷൻ ചോദിക്കുന്നുണ്ട്. എന്നാ പ്രിൻസിപ്പള് എങ്ങനെയെങ്കിലും പ്രവീണിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കാനായിട്ടിരിക്കുകയാണ്. അത്രയും കുരുത്തക്കേടുള്ള ഒരു പയ്യനായിരുന്നു പ്രവീൺ. പക്ഷെ സരോജ പ്രിൻസിപ്പളിന്റെ കാലും കൈയൊക്കെ പിടിച്ചിട്ട് എങ്ങനെയോ ആ മകൻക്ക് അവിടെ അഡ്മിഷൻ വാങ്ങിക്കുന്നുണ്ട്. പ്രവീൺ അങ്ങനെ +1 ക്ലാസ്സിന് പോകാൻ തുടങ്ങാണ്. അവന്റെ ജീവിതത്തിൽ ഈ ഒരു കോളേജ് ലൈഫിൽ അവൻക്ക് ആകുള്ള ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഒരു നല്ല ഭംഗിയുള്ള പെൺകുട്ടീനെ ഇവിടെ നിന്ന് തന്നെ പ്രണയിക്കണം, എന്നിട്ട് കോളേജ് വരെ അത് കണ്ടിന്യൂ ചെയ്യണം, എന്നിട്ട് അവളെ തന്നെ കല്യാണം കഴിക്കണം. അല്ലാണ്ട് പഠിക്കണം എന്നൊന്നും അവൻക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പഠിപ്പൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ അവിടെ ചെയ്തിരുന്നു. അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കനക എന്ന് പറഞ്ഞ ഒരു പഠിപ്പിസ്റ്റ് കൊച്ച് ടീച്ചറോട് ഹോംവർക്കിന്റെ കാര്യം ഓർമ്മിപ്പിച്ചതുകൊണ്ട് തന്നെ ഹോംവർക്ക് ചെയ്യാത്ത പ്രവീണിനെയും അവന്റെ ഗാങ്ങിനെയും ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ക്ലാസ്സിലുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞ കുട്ടിയെയും ടീച്ചർ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷനെ കണ്ട പ്രവീണിന് അപ്പൊ തന്നെ അവളോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അവൻ സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവള് വലിയ മൈൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തന്നെ പ്രവീണിനെ ടീച്ചർ പുറത്താക്കുന്ന പോലെ ഈ പ്രതീക്ഷയെയും സെയിം ടൈമില് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പ്രവീണിന്റെ ഫ്രണ്ട്സ് അവനെ പപ്സ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് വിളിക്കുന്നുണ്ട്. അവനപ്പോ പ്രതീക്ഷയും കൂടെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ടീച്ചറെ പേടിച്ചോണ്ട് അവന്റെ കൂടെ പോകുന്നില്ല. പക്ഷെ പ്രവീണിന് വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് പ്രതീക്ഷ വരാണ്. പ്രവീൺ അവൾക്ക് വേണ്ടി ഒരു പപ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തിനാണ് നിന്നെ ഇന്നും ക്ലാസ്സിന് പുറത്ത് നിർത്തുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ പറയുന്നത് അവൾക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാനേ പറ്റില്ല, അത് ക്ലാസ്സിലായാലും വേറെ എവിടെയായാലും അവൾ അപ്പം എന്തെങ്കിലും സ്നാക്സ് എടുത്ത് കഴിക്കും, ഇത് ടീച്ചറെ പിടിക്കും. അങ്ങനെയാണ് അവളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നത്. ഇപ്പൊ പപ്സ് തിന്നേർന്ന പ്രതീക്ഷ പ്രവീണിനെ വിഷമത്തോടുകൂടി നോക്കുമ്പോ നിനക്കത് ഇനി ഒരു പപ്സ് കൂടി വേണോ, ഞാൻ വാങ്ങി തരാലോ, പിന്നെ എന്റെ അച്ഛനൊരു ബേക്കറിയാണ്, എനിക്ക് എല്ലാ ദിവസവും ഞാൻ പപ്സ് കൊണ്ടുതരാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവര് നല്ല ഫ്രണ്ട്സ് ആവാണ്. പ്രതീക്ഷക്ക് എല്ലാ ദിവസവും പ്രവീണ് പപ്സ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സ്കൂളിലെല്ലാം ഇവര് തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള ഒരു റൂമർ വരാണ്. പ്രവീണിന്റെ അച്ഛനും അമ്മയും അമ്മയുടെ ജ്യേഷ്ഠന്റെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളവരെല്ലാവരും ഇവരെ ഒരു പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. ഒരു വിലയും കൊടുക്കുന്നില്ല. കാരണം പ്രവീണിന്റെ അച്ഛന് വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ബേക്കറിയാണ്, പഠിപ്പും ഉണ്ടായിരുന്നില്ല. സരോജ വലിയ വീട്ടിലത്തെ പെണ്ണാണ്. അവൾ ഈ ഉണ്ണികൃഷ്ണന്റെ കൂടെ ഒളിച്ചോടി വന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വിലയും കൊടുത്തില്ല. ദേഷ്യം വന്ന സരോജ ഉണ്ണികൃഷ്ണനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ട്. രാത്രി കിടക്കുന്ന സമയത്താന്ന് വെച്ചാൽ സരോജ കരഞ്ഞോണ്ടിരിക്കുകയാണ്. വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പോലെയല്ല ഇപ്പൊ ചെയ്തത്. ഉണ്ണികൃഷ്ണൻ അപ്പൊ പറയുന്നുണ്ട്, എന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ നീ ഒരു വലിയ വീട്ടിൽ തന്നെ ജീവിച്ചേനെ, നിനക്ക് അതിൽ വിഷമമുണ്ടോന്ന്. എന്നാൽ സരോജക്ക് അതിലൊട്ടും തന്നെ വിഷമമുണ്ടായിരുന്നില്ല. കാരണം ഉണ്ണികൃഷ്ണനെ അവൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അവളുടെ ലോകം തന്നെ ആ ഒരു മകനും അച്ഛനും മാത്രമാണ്. നമുക്കെന്ന് പറഞ്ഞ ഒരു ദിവസം വരുന്നു, അന്ന് നമുക്ക് ഇതിനെല്ലാം റിവെഞ്ച് എടുക്കാന്നല്ല ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. സരോജയുടെ പ്രതീക്ഷ ഇപ്പൊ എന്താന്ന് വെച്ചാല് അവളുടെ മകനായിട്ടുള്ള പ്രവീണ് പഠിച്ച ഒരു നല്ല നിലയിലായി പൈസ ഒക്കെ ആയി കഴിഞ്ഞാല് ഇവരെല്ലാവരും വില വെക്കുന്നുള്ളതാണ്. എന്നാൽ പ്രവീൺ ആണെന്ന് വെച്ചാലോ ഇപ്പൊ ജോലിയായിട്ട് സ്കൂളിൽ ഇങ്ങനെ നടക്കാണ്. പ്രവീൺ അവന്റെ ഫ്രണ്ട്സിനോട് പ്രതീക്ഷയെ അവൻ പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്നുള്ളത് പറയുന്നുണ്ട്. ആ കറക്റ്റ് ടൈമിൽ അവിടേക്ക് പ്രതീക്ഷ വന്നിട്ട് അവളുടെ അച്ഛൻ ഒരു പോലീസ് ആണെന്നോ നമ്മ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഇവിടെ കുറെ പിള്ളേര് വെറുതെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതെങ്ങാനും എന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വീട്ടിൽ വെച്ച് കൊല്ലും, അതുകൊണ്ട് നമുക്കിത് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു പോവാണ്. ഇത് കേട്ട പ്രവീണിന്റെ ഫ്രണ്ട്സ് അവനെ കളിയാക്കുന്നുണ്ട്. പ്രവീണ് നേരെ പ്രതീക്ഷയെ കാണാനായിട്ട് അവൾ പോകുന്ന വാനിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പ്രതീക്ഷയോടൊപ്പം നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് ചോദിക്കുമ്പോൾ അവളും ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ കമ്മിറ്റഡ് ആവാണ്. പക്ഷെ ഈ ഒരു വിവരം ആരോടും പറയരുതെന്ന് പ്രതീക്ഷ പ്രവീണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും പ്രവീൺ അവന്റെ ഫ്രണ്ട്സിനോട് അപ്പൊ തന്നെ ഇത് പോയി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം പ്രതീക്ഷ അറിയുന്നുണ്ടെങ്കിലും അവള് പ്രവീണിനോട് ദേഷ്യപ്പെട്ടൊന്നുമില്ല, ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. പ്രതീക്ഷയുടെ 2 ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാല് പ്രവീണായിട്ടുള്ള ഈ പ്രതീക്ഷയുടെ ബന്ധം എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വെച്ച് നടക്കാണ്. ഇവരെ പിരിക്കാനായിട്ടുള്ള പ്ലാന് അവര് രണ്ടുപേരും കൂടി ഇട്ടോണ്ടിരിക്കുക. പ്രതീക്ഷ അവളുടെ മുത്തശ്ശിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവൾ ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ വരില്ല എന്ന് അവളുടെ ലവർ ആയിട്ടുള്ള പ്രവീണിനോട് പറയുന്നുണ്ട്. ഈ ഒരു ദിവസങ്ങളിലെല്ലാം പ്രതീക്ഷക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷെ അവൾക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്ന പ്രവീണിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവീണും അവന്റെ ഫ്രണ്ട്സിനായിട്ട് വീട്ടിൽ
പോയതിനു ശേഷം പ്രതീക്ഷയുടെ മെസ്സേജും വെയിറ്റ് ചെയ്ത് ഫേസ്ബുക്കിന്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവനക്ക് സോണൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അവനും അത് എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയത്ത് സോണൽ പ്രവീണിന് മെസ്സേജ് അയക്കാണ്. ഞാൻ നിന്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടിയാണെന്നും ഞാൻ ഒരുപാട് നിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ. അപ്പൊ പ്രവീണിന്റെ ഫ്രണ്ട്സ് ഇതൊരു ഫേക്ക് ഐഡിയ ആണെന്നും ഒറിജിനൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളോട് നാളെ 12:30 ആവുമ്പോ ക്യാൻറ്റീനിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവീണും സോണലിനോട് പറയാണ്. എന്നാൽ സോണല് കൃത്യം 12 മണി ആയപ്പോ അവർ ക്യാൻറ്റീനിലേക്ക് വരുന്നുണ്ട്. സോണലിനെ ഫസ്റ്റ് ടൈം കണ്ട പ്രവീണും വീണ് പോവാണ്. കാരണം അവളെ കാണാനായിട്ട് അത്രയും ഭംഗിയുണ്ടായിരുന്നു. സോണലാണെന്ന് വെച്ചാൽ പ്രവീണിനെ കണ്ടപാടെ അവനെ പ്രപ്പോസ് ചെയ്ത് നാണം കുടുങ്ങി അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. പ്രവീൺ ആ സമയത്തൊന്നും അവളോട് നോ പറയുന്നില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും സോണലും പ്രവീണും സ്കൂളിൽ വെച്ച് തന്നെ മീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അവർ ഭയങ്കര ക്ലോസ് ആവാണ്. ആനുവൽ ഡേയുടെ ദിവസം പ്രവീണ് സോണലിന് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട പ്രവീണിന്റെ ഫ്രണ്ട് അവനോട് ചോദിക്കാണ്, എന്തുകൊണ്ടാണ് നിന്നെ സോണൽ പ്രപ്പോസ് ചെയ്തപ്പോ ഓൾറെഡി നിനക്ക് പ്രതീക്ഷന് ഇഷ്ടമാണല്ലോ, എന്നിട്ടും സോണലിനോട് നോ പറയാത്തതെന്ന്. അപ്പൊ പ്രവീൺ പറയാണ്, സോണലിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, പിന്നെ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവൾ എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചേക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് ഞാൻ അവളോട് നോ പറയാ? എനിക്ക് സോണലിനോട് നോ പറയാനായിട്ട് കുറച്ച് ടൈം വേണമെന്നും പറയുന്നുണ്ട്. ആനുവൽ ഡേയുടെ ആ ഒരു ദിവസം പ്രവീണ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോ പ്രതീക്ഷ അവന്റെ ഡാൻസ് കാണാൻ വേണ്ടി മാത്രമായിട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. അവളെ കാണുന്ന അവൻ വേഗം തന്നെ അവളോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. ഡാൻസ് നന്നായിട്ടുണ്ടെന്ന് പ്രതീക്ഷ പ്രവീണിനോട് പറഞ്ഞ അവനെ പ്രശംസിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സോണൽ അവിടേക്ക് വന്ന് പ്രവീണിനെ വിളിക്കാണ്. പ്രവീൺ അപ്പൊ തന്നെ പ്രതീക്ഷയോട് അതെന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട്. പ്രതീക്ഷ അതൊന്നും കുഴപ്പമില്ല, നീ അവളോട് പോയി സംസാരിച്ചിട്ട് ആയോന്നും പറഞ്ഞ് പ്രവീണിനെ പറഞ്ഞയക്കാണ്. ഇപ്പൊ സോണലും പ്രവീണും അവിടെ കുഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷക്ക് പ്രവീണിനെ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും വരുന്നില്ല. എന്നാൽ അവളുടെ ആ ഒരു 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരവിടേക്ക് വന്നിട്ട് കണ്ടില്ലേ അവര് നല്ല ജോഡിയാണെന്നാ തോന്നുന്നത്, അവസാനം പ്രവീൺ നിന്നിട്ടിട്ട് അവളുടെ കൂടെ പോകുന്നു പറഞ്ഞ് ഒന്ന് കൊളത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ മനസ്സിൽ ചെറുതായിട്ടൊരു കരടും വീഴുന്നുണ്ട്. പിറ്റേ ദിവസം ക്ലാസ്സിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രവീണിന്റെ അടുത്തേക്ക് വന്നിട്ട് സോണല് ക്യാൻറ്റീനിലേക്ക് പോവാന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ പ്രവീൺ ഇല്ല, ഞാൻ ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് പറയാണ്. സോണലിന്റെ കയ്യിൽ പെയിന്റ് ആണെന്നും പറഞ്ഞിട്ട് പ്രവീണിനോട് അവൾക്ക് വാരി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അവനും മടിച്ച് ക്ലാസ്സിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ സോണലിന് വാരി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പുറത്തു നിന്ന് പ്രതീക്ഷയുടെ ആ 2 ഫ്രണ്ട്സ് കാണുന്നുണ്ടായിരുന്നു. അവര് വേഗം തന്നെ പ്രതീക്ഷയോട് ഈ ഒരു കാര്യം ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളും ദേഷ്യത്തോടുകൂടി പ്രവീണിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ നിന്റെ ഫ്രണ്ടിന് വാരി കൊടുത്തോ എന്ന് ചോദിക്കാണ്. പ്രവീണും അത് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് വാരി തരണമെന്ന് പറഞ്ഞ് പ്രതീക്ഷ അവിടെ ഇരിക്കുമ്പോ പ്രവീൺ അവൾക്കും വാരി കൊടുക്കാണ്. എന്നിട്ട് സോണലിനായിട്ട് നീ മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇനി അവളോട് മിണ്ടണ്ടെന്ന് പറഞ്ഞ് പ്രതീക്ഷ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ എപ്പോഴാണോ പ്രതീക്ഷക്ക് ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്, അപ്പൊ ഇനി മുതല് സോണലിനോട് മിണ്ടണ്ടാന്ന് പ്രവീണും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ സോണലിനോട് നോ പറയാനായിട്ട് അവളെ ഒരു സ്ഥലത്തേക്ക് പ്രവീൺ വിളിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവൻ അവളോട് ഇനി നമുക്ക് തമ്മിൽ മിണ്ടണ്ടെന്ന് പറയുമ്പോ സോണലും അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ കിസ് ചെയ്യാൻ പോകുന്ന പോലെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺട്രോൾ കിട്ടാത്ത പ്രവീൺ തിരിഞ്ഞു നിൽക്കുമ്പോ ടൈറ്റ് ആയിട്ട് അവൾ അവനെ ഹഗ് ചെയ്യാണ്. ഇതുകൊണ്ട് തന്നെ പാവം പ്രവീൺ അവന്റെ കൺട്രോളും പോയി അവൻ തിരിച്ച് ഹഗ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് പ്രതീക്ഷയുടെ ആ ഒരു 2 ഫ്രണ്ട്സ് ഉണ്ട്, അവരവിടേക്ക് വന്ന് ക്ലാപ്പ് ചെയ്യാണ്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. സോണലിനെ പ്രവീൺ കെട്ടിപ്പിടിക്കുന്നതെല്ലാം പ്രതീക്ഷ കണ്ടിട്ടുണ്ടായിരുന്നു. അവളും ഭയങ്കര സങ്കടപ്പെട്ട് പ്രവീണിനോട് ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ നടു റോഡിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവീൺ അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അടുക്കുന്നുണ്ടായിരുന്നില്ല. നിനക്ക് സംശയമല്ലേ, ഇനി നമ്മളുടെ ബന്ധം മുന്നോട്ട് പോയില്ല, ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് സോണല് ഇത്ര നാളായിട്ട് എന്റെ പിന്നാലെ നടക്കായിരുന്നു, ഞാൻ നിന്നെ ആലോചിച്ചിട്ടാണ് അവളോട് യെസ് പറയാഞ്ഞത്, ഇനി ഞാൻ അവളോട് യെസ് പറയാൻ പോകുന്നു എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ ആകെ ഷോക്ക് ആവാണ്. മനസ്സിലാവുന്നത് ഈ സോണലും പ്രവീണിനെയും പ്രഷികയെയും പിടിക്കാൻ നടക്കുന്ന അവളുടെ കൂട്ടുകാരിയുടെ കൂടെയുള്ള പെൺകുട്ടി തന്നെ ആയിരുന്നു. ഇതിൽ ഷോക്കായി പോയ പ്രവീണ് തിരിഞ്ഞ് പ്രഷികയെ നോക്കുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തിൽ അവളും അവന്റെ കരണക്കുട്ടി നോക്കിയിട്ട് ഒരെണ്ണം കൊടുക്കാണ്. ആ ഒരു വഴിക്ക് വന്ന പ്രവീണിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനും ഈ ഒരു കാര്യം കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന പ്രവീണ് അവന്റെ അച്ഛൻ ഇങ്ങനെങ്ങാനും അമ്മനോട് പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയാണ്. എന്നാല് അവന്റെ അച്ഛൻ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷെ രാവിലെ തന്നെ പ്രവീണിനെ എഴുന്നേൽപ്പിച്ചിട്ട് അച്ഛന്റെ ബൈക്ക് തുടച്ചിടാനായിട്ട് പറയാണ്. വേറെ വഴിയില്ലാതെ അവനും അത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോഡ് വണ്ടി വരുന്നുണ്ടെന്നും അതൊക്കെ ഇറക്കി വെക്കാനായിട്ട് പറയുന്നുണ്ട്. അതും അവൻ ചെയ്യാണ്. ഇപ്പൊ അവന്റെ സ്കൂളില് +1 സ്റ്റുഡൻസിനെ എല്ലാവരെയും സ്കൂളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ടൂർ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ അവന് ചീറ്റ് ചെയ്ത സോണലുണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് 3-4 പയ്യന്മാര് ചെന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അത് നല്ല മോശം രീതിയിൽ. ഇങ്ങനെയാണോ ഒരു പെണ്ണിനോട്
പെരുമാറണ്ടേന്ന് സോണൽ ദേഷ്യത്തോടുകൂടി ചോദിക്കുമ്പോ ആ പയ്യന്മാര് ചോദിക്കാണ്, അപ്പൊ ഇങ്ങനെ ഒരു പെണ്ണ് പയ്യനോട് പെരുമാറിയാൽ കുഴപ്പമൊന്നുമില്ലേ? അപ്പോഴാണ് അവൾ അവിടേക്ക് നോക്കുമ്പോ അവിടെ പ്രവീൺ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അവരെ പറഞ്ഞയച്ചത് തന്നെ പ്രവീൺ ആയിരുന്നു. ഇതിനുശേഷം പ്രവീണും അവന്റെ കൂട്ടുകാരും സോണലിനെ ടോർച്ചർ ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോണലും ഒരു ഭാഗത്ത് പോയിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ വഴി വന്ന കനകയോ ഇവള് കരയുന്നത് കാണുന്നുണ്ട്. കനക സോണലിനോട് കാര്യം എന്താണെന്ന് തിരക്കുമ്പോ പ്രവീണും അവന്റെ ഫ്രണ്ട്സും വെറുതെ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് അവളും പറയുന്നുണ്ട്. ദേഷ്യം വന്ന കനക അവരുടെ അടുത്തേക്ക് പോയി വഴക്കുണ്ടാക്കുന്ന സമയത്ത് പ്രവീൺ പറയാണ്, ഈ കാര്യം അറിയാതെ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്യല്ലേ, നിനക്കറിയോ അവൾ എന്താണ് ചെയ്തതെന്ന്? അവളെ എന്ത് ചെയ്താലും ശരി, ഇനി എങ്ങാനും അവളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ PT സാറിനോട് പറഞ്ഞു കൊടുക്കുന്നത് കനക പറയാണ്. അതുകൊണ്ട് തന്നെ പ്രവീണിന് കനകയോടും ദേഷ്യം വരുന്നുണ്ട്. ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കനക അവളുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഫ്രണ്ട്സിന് കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്സിൽ വെച്ചിട്ട്. അത് കണ്ടുവന്ന പ്രവീണ് കനകയുടെ അച്ഛന് മൊട്ടത്തലയനാണെന്നും പറഞ്ഞ് അവളെ കളിയാക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും അവളെ കളിയാക്കാണ്. അച്ഛനെ കളിയാക്കിയതുകൊണ്ട് തന്നെ സങ്കടം വന്ന കനക അവിടെ നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് സാറ് ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. സാറ് കനകയോട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ പ്രവീണിനെ ഒറ്റക്കൊടുക്കാതെ അവള് തലവേദന ആണെന്ന് പറയാണ്. പിറ്റേ ദിവസം ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കുന്ന കനകയുടെ അടുത്ത് പോയിട്ട് പ്രവീൺ എന്തുകൊണ്ടാണ് നീ എന്നെ ഒറ്റ കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾക്കും അതിന്റെ റീസൺ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇനി എന്നോട് നീ മിണ്ടാ വരരുതെന്ന് ദേഷ്യത്തോടുകൂടി പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം പ്രവീണ് കനകയെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങാണ്. അപ്പോഴാണ് കനക അവളുടെ ഫ്രണ്ട്സിനോട് 3 പടത്തില് ധനുഷാന്റെ തലയിൽ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. അത് കേട്ട പ്രവീണും പിന്നീട് അങ്ങോട്ട് കനകയെ കാണുന്ന രീതിയിൽ ധനുഷ പടത്തിൽ ചെയ്യുന്ന പോലെ അവനും ചെയ്തോണ്ടേ ഇരിക്കാണ്. കനക സ്കൂളിൽ വെള്ളം എടുക്കാനായിട്ട് പോകുമ്പോ കനക ഞാൻ നിനക്ക് വെള്ളം പിടിച്ചരാന്ന് പ്രവീൺ പറയുമ്പോ പ്രവീൺ എനിക്ക് വെള്ളം എടുക്കാനൊക്കെ അറിയാന്ന് ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നിന്ന കനക പെട്ടെന്ന് തന്നെ പ്രവീണെ വിളിച്ചിട്ട് ഞാനൊരു വെജിറ്റേറിയൻ ആണെന്നോ, പക്ഷെ എനിക്ക് ബിരിയാണി കഴിക്കാനായിട്ട് നല്ല കൊതിയുണ്ട്, അതുകൊണ്ട് ആ റോഡ് സൈഡിലുള്ള ബിരിയാണി കടയിൽ നിന്ന് എനിക്ക് ബിരിയാണി വാങ്ങിത്തരുമെന്ന് ചോദിക്കാണ്. പ്രവീണും അവൾക്ക് ബിരിയാണി വാങ്ങി കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് അവൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റിൽ തന്നെ രണ്ടുപേരും ബിരിയാണി കഴിക്കാണ്. ഈ ഒരു സമയത്തെല്ലാം കനകയോട് പ്രവീണിന് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം സ്കൂളിലെ കറസ്പോണ്ടന്റ് മരിച്ചു പോയതുകൊണ്ട് തന്നെ അന്ന് ഹാഫ് ഡേ ലീവും പിറ്റേ ദിവസം ഹോളിഡേ ആണെന്നും ടീച്ചർ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് പ്രവീൺ ഒരു പ്ലാൻ ഇടാണ്. അവന്റെ അമ്മയുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് കനകയോട് അവൻ നുണ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരാനോ അമ്മ സന്തോഷമായിട്ട് ഇരിക്കുന്നു പറയാണ്. എന്നാ കനക നമ്മൾ മാത്രം പോയാല് നമുക്ക് വലിയ ഹാപ്പി ആവില്ല, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ് ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പ്രവീണും കനകയും അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ബർത്ത്ഡേ ഇല്ലാത്ത അമ്മക്ക് കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സരോജ മകനെ ഒറ്റയ്ക്ക് വിളിച്ചതിന് ശേഷം എടാ ഇന്നെന്റെ ബർത്ത്ഡേ ഒന്നും അല്ലാന്ന് പറയുമ്പോ അവൻ പറയാണ് അമ്മ ഒന്നും പറയണ്ട, ഒന്നും ചോദിക്കണ്ട, ഇന്നാണ് നമ്മുടെ ബർത്ത്ഡേ എന്നും പറഞ്ഞ അവൻ പോവാണ്. പ്രവീൺ ഓടിപ്പോയി അടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് ജ്യൂസും സ്നാക്സും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് സ്നാക്സ് ഒക്കെ ബാക്കി ഫ്രണ്ട്സിന് കൊടുക്കാനും എന്നാൽ ജ്യൂസ് കനകക്ക് മാത്രം കൊടുത്താൽ മതിയെന്നും പറയാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ അമ്മയും എല്ലാ ജ്യൂസും കൊണ്ടുപോയി കനകക്ക് മാത്രം കൊടുക്കാണ്. ഇത് കണ്ടു നിന്ന ബാക്കി ഫ്രണ്ട്സ് ഒക്കെ കനകക്ക് മാത്രമുള്ള അമ്മ ജ്യൂസ് നമുക്കൊന്നില്ലേന്ന് ചോദിക്കുമ്പോ അമ്മയും അവളുടെ കയ്യിൽ നിന്ന് ആ ജ്യൂസ് വാങ്ങിയിട്ട് ആ ഒരു പയ്യന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇതിൽ ദേഷ്യം വന്ന പ്രവീണ് അവന്റെ ഫ്രണ്ടിനോട് ഇവരെല്ലാവരെയും ഇപ്പൊ ഇവിടെ നിന്ന് കാലിയാക്കിക്കോന്ന് പറയാണ്. ആ ഒരു ഫ്രണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എന്നാ ഞാനും പോകുന്നോന്ന് കനക പറയാണ്. എന്നാ പ്രവീണ് അമ്മക്ക് വിഷമാവും നീ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചേരം കൂടി നീ അമ്മയുടെ കൂടി ഇരിക്കുന്ന പറഞ്ഞ അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. പ്രവീൺ അവന്റെ റൂമെല്ലാം അവൾക്ക് കാട്ടിക്കൊടുക്കാണ്. ശേഷം കനക കിച്ചണിൽ പോയി അവൾക്ക് ചായ ഇടാൻ അറിയാമെന്നും പറഞ്ഞ് ചായ ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് പ്രവീണിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അവിടേക്ക് ദേഷ്യത്തോടുകൂടി ഓടി വന്നിട്ട് ആ ബേക്കറിയിൽ എന്തിനാണ് ഇത്രയും പറ്റുണ്ടാക്കിയെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. പ്രവീൺ അപ്പൊ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ അല്ല അതുകൊണ്ടാണെന്ന് പറയുമ്പോ അച്ഛനിപ്പോ ബർത്ത്ഡേ മറന്നെന്ന് വിചാരിച്ച് എനിക്ക് അറിയായിരുന്നു ബർത്ത്ഡേ ആണെന്ന്, ഞാൻ രാത്രി കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇരുന്നതാ എന്ന് നോണ പറയുന്നുണ്ട്. ഇതിനുശേഷം പ്രവീണിന്റെ അച്ഛൻ കനക ഉണ്ടാക്കിയ ചായ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാണ്. കനക ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് പറയുമ്പോ അമ്മ കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ ഒരു ദിവസം കഴിക്കാനായിട്ട് വരാം, ഇപ്പൊ ഭയങ്കര ലേറ്റ് ആയി എന്ന് അവള് പറയുന്നുണ്ട്. അച്ഛൻ അപ്പോ പ്രവീണിനോട് അവള് ഓട്ടോ കയറ്റി വിടാനായിട്ട് പറയാണ്. ഓട്ടോയിലേക്ക് കയറുന്നതിന് മുമ്പ് കനക പ്രവീണിനോട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കാണ്. അവനൊന്നും ഇല്ലാന്നാണ് പറയുന്നത്. എന്നിട്ട് ഓട്ടോയിലേക്ക് കയറിയതിനു ശേഷം പ്രവീൺ അവളോട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവളും ഇല്ലാന്ന് പറയാണ്. അങ്ങനെ ഓട്ടോ മുന്നിലോട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു ദൂരം പോയതും കനക ഓട്ടോ നിർത്തിച്ചതിന് ശേഷം പ്രവീണിനോട് നീ 3 മൂവിയില് ധനുഷ് ചെയ്യുന്ന പോലെ ചെയ്യില്ലേ, അതൊന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സ്പോട്ടില് പ്രവീണും അത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ചിരിച്ചോണ്ട് കനക അവിടെ നിന്ന് പോകാണ്. കനകയും പ്രവീണും സ്കൂളില് നല്ല ഫ്രണ്ട്സ് ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പ്രവീണിന്റെ അമ്മ പ്രവീണിനോട് നിനക്ക് കനകയെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. പ്രവീണും എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ചില കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നത് പോലെ തന്നെയാണ് അവളും ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ എത്രത്തോളം നിനക്ക് കനകയെ ഇഷ്ടമാണ്, എന്നെക്കാളും ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോ പ്രവീൺ ദേഷ്യപ്പെട്ടോണ്ട് നിന്നെക്കാളും എങ്ങനെയാണ് എനിക്ക്
എനിക്ക് അവളെ ഇഷ്ടപ്പെടാ, നിന്റെ ഒപ്പം തന്നെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയാണ്. ഇത് കേട്ട സരോജ ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നുണ്ട്. അന്ന് രാത്രി സരോജ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണനോട് നമ്മളുടെ മകനെ എത്ര സ്നേഹത്തോടുകൂടി വളർത്തിയാലോ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാല് അവന് നമ്മളോടുള്ള സ്നേഹമൊക്കെ കുറയെന്ന് പറഞ്ഞ് ആകെ വിഷമിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ. അപ്പോ ഞാൻ എന്റെ അമ്മയെ വിട്ടിട്ട് നിന്റെ കൂടെ വന്നപ്പോ നിനക്ക് ഈ വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ നല്ല സുഖം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതുപോലെ എന്റെ മകൻ പോകുമെന്ന് ഓർക്കുമ്പോ എനിക്ക് സങ്കടമാണ് തോന്നുന്നതെന്ന് പറയാണ്. അവൻ ആദ്യം ഒന്ന് പഠിച്ചു തീരട്ടെ എന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആനുവൽ ഡേയുടെ ദിവസം പ്രവീൺ ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് കരുതി കനക അവനോട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. പക്ഷെ ആനുവൽ ഡേയുടെ പ്രോഗ്രാംസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു. ഈ സിദ്ധാർത്ഥിന്റെ ഗാങ്ങും പ്രവീണിന്റെ ഗാങ്ങും തമ്മിൽ ഒട്ടും തന്നെ ചേരത്തില്ല, അവര് നല്ല തല്ലിലാണ്. അതുകൊണ്ട് തന്നെ പ്രവീണിനെയും അവന്റെ ഗാങ്ങിനെയും ഡാൻസ് കളിക്കാനായിട്ട് സിദ്ധാർത്ഥ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി സിദ്ധാർത്ഥ് ഒരു പൈസക്കാരന്റെ വീട്ടിലെ പയ്യനാണ്, നിങ്ങളെപ്പോലത്തെ പയ്യന്മാരൊന്നും ഡാൻസ് കളിക്കേണ്ടതില്ല എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. പക്ഷെ ആനുവൽ ഡേയുടെ ആ ദിവസം സിദ്ധാർത്ഥിന്റെ ഡാൻസ് വരുന്ന ആ ഒരു സമയത്ത് പ്രവീണ് അവനെ ആ ഒരു റൂമിലിട്ട് ലോക്ക് ചെയ്തതിനു ശേഷം പ്രവീണും ഗാങ്ങും പോയി ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ ഗാങ്ങും പ്രവീണിന്റെ ഗാങ്ങും അവിടെ തല്ലുണ്ടാവാണ്. ആ സമയത്ത് കറക്റ്റ് കനക അവിടെ ഇടപെട്ട് പ്രവീണിന്റെ കൈയും പിടിച്ച് അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കനക എല്ലാ പ്രശ്നത്തിലും തന്റെ കൂടെ നിൽക്കുന്ന പ്രവീണും വിചാരിക്കുകയാണ് പ്രവീണിന്റെ ഫ്രണ്ട് ഇതെല്ലാം കണ്ടോണ്ട് പ്രവീൺ ഇപ്പൊ നിനക്കുള്ളതാണ് ശരിക്കുള്ള ലവ്, ഇതിനു മുന്നേ നീ ചെയ്തതൊന്നും ലവ് ആയിരുന്നില്ല, ആക്ച്വലി നീ കനകയെ നന്നായി തന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്ത് വന്നാലും സാരില്ല, നീ നാളെ തന്നെ അവളെ പോയി പ്രപ്പോസ് ചെയ്യാനായിട്ട് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പ്രവീണ് കനകയുടെ അടുത്ത് എന്നിട്ട് അവന്റെ ഇഷ്ടം തുറന്നു പറയാണ്. എന്നാൽ കനക ദേഷ്യത്തോടുകൂടി പ്രവീൺ നിന്നെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, നിന്നെ ഞാനൊരു ഫ്രണ്ട് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, നീ ഞാൻ ഒരിക്കലും സെറ്റ് ആവില്ല എന്ന് പറഞ്ഞ് അവളോട് നിന്ന് പോകുന്നുണ്ട്. പ്രവീൺ ഇക്കാര്യം അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രവീണിന്റെ ഒരു ഫ്രണ്ടിന്റെ മുഖത്ത് ആരോ അടിച്ച പാട് കണ്ടിട്ട് അത് സിദ്ധാർത്ഥാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ പ്രവീണും സിദ്ധാർത്ഥിന്റെ അടുത്ത് പോയി തല്ലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പ്രിൻസിപ്പളിന്റെ അടുത്ത് ഈ ഒരു വിഷയം എത്താണ്. സിദ്ധാർത്ഥ് ഒരു വലിയ വീട്ടിലെ പയ്യനായതുകൊണ്ട് തന്നെ അവന്റെ അച്ഛൻ അവിടെ വന്നിട്ട് ഞങ്ങൾ കേസ് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പ്രവീണിന് TC കൊടുത്ത് പറഞ്ഞയക്കാനായിട്ട് പ്രിൻസിപ്പളിനോട് പറയാണ്. അങ്ങനെ പ്രിൻസിപ്പൾ പ്രവീണിന്റെ അമ്മയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിക്കുന്നുണ്ട്. TC കൊടുത്ത് അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പ്രവീണിന്റെ അമ്മ പ്രിൻസിപ്പളിന്റെ കാലിലും സിദ്ധാർത്ഥിനോടും കെഞ്ചി പറയുന്നുണ്ട് ഒരു വട്ടം അവനോടൊന്ന് ക്ഷമിക്കാനായിട്ട്. എല്ലാവരും അത് പറ്റില്ല എന്ന് പറഞ്ഞതും പ്രവീണിന്റെ അമ്മക്ക് പെട്ടെന്ന് നെഞ്ചുവേന വന്ന് അവൾ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട്. വേഗം തന്നെ പ്രവീണ് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ അവിടേക്ക് വരാണ്. വൈഫിന് മൈൽഡ് അറ്റാക്ക് ആണ് വന്നിരിക്കുന്നതെന്നും ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, എന്നാലും 5-6 ബ്ലോക്ക് ഉണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറയാണ്. ദേഷ്യം വന്ന ഉണ്ണികൃഷ്ണൻ പ്രവീണിന്റെ അടുത്ത് പോയി അവൻ ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് പോയിട്ട് അവന്റെ പേരിൽ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുത്തോ, പക്ഷെ ഇതിന്റെ പേരിൽ എന്നെ എന്റെ വൈഫിനെ ഇവിടെ വിളിച്ച് വരുത്തിക്കരുതെന്നും പറഞ്ഞ് ദേഷ്യത്തോടുകൂടി പോവാണ്. ഇതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളും അവൻക്ക് ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പ്രവീണും ഭയങ്കര ഷോക്കായിട്ടാണ് സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സരോജ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദിവസം മുഴുവൻ ഉണ്ണികൃഷ്ണൻ അവളെ പൊന്നു പോലെയാണ് നോക്കുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുന്നുണ്ട്. പ്രവീൺ ഇങ്ങനെ ഷോക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവനോട് ചെന്ന് സംസാരിക്കുകയാണ്. ഞാൻ അന്ന് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് സോറി എന്നും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, നിനക്കാന്ന് വെച്ചാൽ ഒരു ലക്ഷ്യവും ഇല്ല, +2 നീ ഒരു വിഷയത്തിൽ പോലും പാസ്സാവുന്ന എനിക്ക് തോന്നുന്നില്ല, അങ്ങനത്തെ നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട അടുത്ത് നിന്ന് പ്രവീണിന്റെ ഫ്രണ്ട് പ്രാവശ്യം +2 എക്സാമിന് അവൻ പാസ്സായ നീ അവനെ സ്നേഹിക്കുമെന്ന് ചോദിക്കുമ്പോ കനകയും ഉറപ്പായിട്ടും ഞാൻ അവനെ സ്നേഹിക്കുന്നു, എക്സാം റിസൾട്ട് വന്നതിന് ശേഷം അവനോട് എന്നെ വന്ന് കാണാനായിട്ട് പറയാനായിട്ട് പറഞ്ഞ് അടുത്ത് പോകുന്നുണ്ട്. ഇതിനുശേഷം പ്രവീണും ഫ്രണ്ട്സും നന്നായി തന്നെ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവീണിന്റെ ടീച്ചർ നടത്തുന്ന ഒരു സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിൽ വരെ അവൻ പോയി ചേരുന്നുണ്ട്. പിന്നീട് എക്സാമിന് മുമ്പുള്ള ആ ഒരു മാസം മുഴുവൻ വീട്ടിൽ കിട്ടുന്ന ടൈം മുഴുവൻ അവൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം എക്സാമിന്റെ ആ ഒരു ദിവസം വരുന്നുണ്ട്. എക്സാമിന് പ്രവീൺ പോകുന്നതിന് മുമ്പ് അവന്റെ അമ്മക്ക് നെഞ്ചുവേദന എടുക്കുന്നുണ്ട്. അവൻ എക്സാമിന്റെ കാര്യം ഒന്നും ആലോചിക്കാതെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പക്ഷെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് അത് ഗ്യാസ് ആണെന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. സരോജ അപ്പം ഉണ്ണികൃഷ്ണനോട് നമ്മളുടെ മകന് പബ്ലിക് എക്സാം ആണെന്നും വേഗം അവനെ കൊണ്ടുവന്നാക്കാനായിട്ട് പറയുന്നുണ്ട്. കൃത്യം പരീക്ഷ തുടങ്ങുന്നതിന് 2 മിനിറ്റ് മുന്നേ തന്നെ ഉണ്ണികൃഷ്ണൻ പ്രവീണിനെ സ്കൂളിന് മുന്നിൽ കൊണ്ടുപോയി വിടുന്നുണ്ട്. എന്ത് വന്നാലും നമുക്ക് നോക്കാന്നും നീ ധൈര്യമായിട്ട് എക്സാം എഴുതിയിട്ട് വായൊന്നും ഉണ്ണികൃഷ്ണൻ അവനെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞയക്കുകയാണ്. സരോജയുടെ ആ ഒരു പ്രശ്നത്തിന് ശേഷം ഇവർ രണ്ടുപേരും മര്യാദക്ക് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ അച്ഛൻ അവനെ പ്രശംസിച്ചുകൊണ്ട് തന്നെ അവന് നല്ല സന്തോഷത്തോടുകൂടി എക്സാം ഹാളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാനായിട്ട് തുടങ്ങാണ്. അവനക്കൊന്നും എഴുതാനായിട്ട് പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് അവനക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വരുന്നത്. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇപ്പൊ എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് കാണിക്കുന്നത്. എക്സാമിന്റെ റിസൾട്ട് നോക്കാൻ വേണ്ടി സരോജയും പ്രവീണും ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണനും ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു 3 പേരും കൂടി സ്കൂളിൽ റിസൾട്ട് നോക്കാനായി പോകുന്നുണ്ട്. പ്രവീണിന്റെ ഫോട്ടോ ഇപ്പൊ ബാനറിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് സരോജ എടാ നീ എന്ത് കുരുത്തക്കാണ് ഒപ്പിച്ചേ, നിന്റെ ഫോട്ടോ വരെ അവിടെ വന്നിട്ടുണ്ടല്ലോ, വല്ല തുണ്ട് വെച്ച് കോപ്പി അടിച്ചോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട പ്രവീൺ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന ഒരാള് എന്തിനാ ഈ 9th റാങ്ക് വാങ്ങിയ പയ്യനെ ഇങ്ങനെ ചീത്ത പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി ആ ഒരു സ്കൂളിൽ 9th റാങ്ക് വരെ പ്രവീൺ വാങ്ങിയിരിക്കുകയാണ്. അത് കേട്ട സരോജ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണനും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. തന്റെ മകനെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ട്. പ്രവീൺ നേരെ കനകയെ കാണാനായിട്ട് പോവാണ്. കനക ഈ സമയം കരഞ്ഞോണ്ട് നീ എനിക്ക് വേണ്ടിയല്ല ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് അവളുടെ ഇഷ്ടം തുറന്നു പറയാനായിട്ട്
പഠിക്കാനായിട്ട് പോകുമ്പോൾ പ്രവീൺ അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇത് ശരിക്കും ഇഷ്ടമല്ലാന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നത് ഒരിക്കലും ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടാണ് ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അന്ന് പ്രവീൺ അവന്റെ അച്ഛൻ തല്ലിയിലായിരുന്നു. അന്ന് പ്രവീണിന്റെ അച്ഛൻ വന്നിട്ട് അവനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ അമ്മ അച്ഛന് വേണ്ടി നിന്ന കാര്യവും ഒളിച്ചോടി വന്ന കാര്യവും ഇപ്പൊ അമ്മ പ്രതീക്ഷ വെച്ചിരിക്കുന്നതെല്ലാം നിന്നിലാണ്. നീ തോറ്റുപോയാലും ഞങ്ങ മാത്രമേ നിന്റെ കൂടെ ഉണ്ടാവുള്ളൂ, ഞങ്ങ സ്നേഹിക്കുന്ന പോലെ ആരും നിന്നെ സ്നേഹിക്കില്ല എന്നൊക്കെ. ഇത് മനസ്സിലാക്കിയ പ്രവീണും അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ശരിക്കും പഠിക്കാനായിട്ട് തുടങ്ങിയത്, അല്ലാതെ കനകക്ക് വേണ്ടിയൊന്നും ആയിരുന്നില്ല. കനകയോട് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കാരണം നീ തന്നെയാണെന്നും പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അവൻ പ്രഷികയെ കാണാനായിട്ട് പോവാണ്. അവളോട് ചതിച്ചതിന് സോറി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അവന്റെ ആ ഒരു ബാനറിന്റെ മുന്നിൽ വെച്ച് ഇവരുടെ 3 പേരും ഫോട്ടോ എടുക്കുന്നുണ്ട്. പ്രവീൺ അപ്പൊ ഞാൻ എന്താ ഇനി പഠിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ സരോജ എനിക്ക് നിന്നെ IAS ആക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറയുമ്പോ അവനും IAS അല്ലേ നമുക്ക് ആവാന്ന് ഭയങ്കര കോൺഫിഡൻസോടുകൂടി പറയാണ്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.